നമുക്ക് ഇന്നിവിടെ പാചകമൊന്നും വേണ്ട, അങ്ങ് പുറത്തു പോയിട്ട് നല്ല മീൻ പൊള്ളിച്ചത് കഴിക്കാം. അതുകൊണ്ട് അവിടെയാണ് നമ്മളിന്ന് മീൻ ചുടാൻ പോകുന്നത്. നല്ല മുളകൊക്കെ പരത്തി നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. പഴന്തമിപ്പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി സരസസുന്ദരി മണി അലസമാ ഉറങ്ങിയോ കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്ന് വഴുതി വിരസമായൊരാവിത്താളം പഴം തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ പഴയൊരു തമ്പുരുത്തേ. നമുക്ക് ഇന്നിവിടെ പാചകമൊന്നും വേണ്ട, അങ്ങ് പുറത്തു പോയിട്ട് നല്ല മീൻ പൊള്ളിച്ചത് കഴിക്കാം. അതിന് പച്ചയിടം അവിടെ ഉണ്ട്. അത് വേണോ സണ്ണി? അത് വേണം, അത് വേണം, അത് വേണം, അത് വേണമെന്നല്ല, അത് വേണം, അത് വേണം. അതുകൊണ്ട് അവിടെയാണ് നമ്മളിന്ന് മീൻ ചുടാൻ പോകുന്ന ദിവസം. പലവട്ടം പൂക്കാലം വഴി തെറ്റി പോയിട്ടങ്ങൊരു നാളും പൂക്കാമാം കൊമ്പിൽ പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്ന് പൂങ്കുയിലൊന്നു പാടിപ്പറഞ്ഞു, പൂങ്കുയിലൊന്നു പാടിപ്പറഞ്ഞു. നിനയാത്ത നേരത്തിൻ പടിവാതിലിൽ ഒരു പദവിന്യാസം കേട്ട പോലെ വരവായാൽ ഒരു നാളും പിരിയാത്ത മധുമാസം ഒരു മാത്ര കൊണ്ടുവന്നല്ലോ, ഒരു മാത്ര കൊണ്ടുവന്നല്ലോ. കൊതിയോടെ ഓടിപ്പോയി പടിവാതിലിൽ ചെന്നൻ മിഴി രണ്ടും നീട്ടുന്ന നേരം നിറയെ തളിർക്കുന്നു പൂക്കുന്നു കായ്ക്കുന്നു കനവിൻ്റെ തേന്മാവിൻ കൊമ്പ്. ഇവിടെ നിന്നാണ് പണ്ട് ആ കാരണവര് മീൻ ചുട്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മുറി വന്ന് പാരായോ വാസലേ വന്ന് തീരായോ. നമ്മള് നല്ലവണ്ണം തീ കത്തിച്ച് നല്ല മുളകൊക്കെ പരത്തി നല്ല ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. ഇവനെ അങ്ങ് ചുടണം. എന്റെ കാരണവരെ ഇത്ര മനോഹരമായിട്ട് ചുടുന്ന സ്ഥലം ഞാൻ വേറെ കണ്ടില്ല. വാസനേ വന്ന് തീരായോ. ആരും സഞ്ചരിക്കാത്ത ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കാം, ഒരു ഭ്രാന്തനെ പോലെ. ഇപ്പൊ മനസ്സിലായില്ലേ ഭ്രാന്താണെന്ന്?
ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സിറാജ് പയ്യോളിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഡോക്ടർ സണ്ണി മീൻ ചുട്ടതുപോലെ ഇതുപോലെ ഒരുപാട് വെറൈറ്റികളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അത് മാത്രമല്ല, കാണണം, കാണാതിരിക്കുക കേട്ടോ.